ഹായ് ഹലോ ഗ്രീൻ ട്വൽവിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൃശ്ശൂർ പൂരം എല്ലാവരും ആഘോഷിച്ചില്ലേ? അതുപോലെ തന്നെ ഞങ്ങളും തൃശ്ശൂർ പൂരം ആഘോഷിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുടക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഉത്സവമുണ്ട്. അത് നമ്മുടെ ശ്രീ കൂടൽമാണിക്യം അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. തൃശ്ശൂർ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മുടെ കൂടൽമാണിക്യം അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇന്നേക്ക് 3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് നമ്മൾ പോണേ കേട്ടോ. തീയതിയാണ്. അപ്പോൾ അന്നത്തെ ദിവസത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അമ്പലത്തിലെ കാഴ്ചകൾ കാണാൻ പോവാട്ടാ. നമ്മളപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ അമ്പലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗോപുരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വഴി ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് നമ്മുടെ അമ്പലത്തേക്ക് പോണത് കേട്ടോ. അപ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടൊരു കുളമുണ്ട്. അതിപ്പോൾ ഫുള്ളും മറച്ചേക്കാണ്. അവിടെ അതുപോലെ തന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയ്തിട്ട് അങ്ങോട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ അവിടെ ഷീറ്റൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. അമ്പലത്തേക്ക് പോണതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ആനേനെ കെട്ടണ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ആനേനെ കെട്ടണ ഒരു പറമ്പുണ്ട്. ഇവിടെയാണ് മിക്ക ആനകളും കെട്ടാറ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആന നിൽക്കുന്നുണ്ട് കേട്ടോ. ആനേനെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മളിത് അമ്പലത്തേക്ക് പോകണം. അമ്പലത്തേക്ക് പോണതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ എക്സിബിഷൻ പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ അവിടേക്ക് പോകണില്ല. നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അമ്പലത്തിലെ കാഴ്ചകൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകണുള്ളൂ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പം നമുക്ക് അമ്പലത്തിലെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം അമ്പലമാണ് കേട്ടത്. നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. 4 അമ്പലം തൊഴാൻ പോകുമ്പോൾ അതിൽ 4 അമ്പലങ്ങളിൽ ഒരമ്പലമാണിത്. അതുപോലെ തന്നെ നമ്മൾ 4 അമ്പലം ദർശിക്കാൻ പോകുമ്പോൾ ആദ്യം തന്നെ ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോകും. അതായത് തൃപ്രയാറുള്ള അമ്പലത്തിൽ പോയതിന് ശേഷമാണ് നമ്മൾ 2ാമത്തെ അമ്പലം ദർശിക്കാൻ പോകുന്നത്. നമ്മുടെ ശ്രീ കൂടൽമാണിക്യം അമ്പലമാണ് കേട്ടോ. വനവാസത്തിന് പോയ ശ്രീരാമൻ മടങ്ങി വരുന്നതും കാത്ത് തപസ് അനുഷ്ഠിക്കുന്ന ഭരതനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അമ്പലത്തിലെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതാണ് ഞാൻ ചുരുക്കി പറഞ്ഞേട്ടോ. ഇപ്പോൾ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ വഴി നേരെ പോണത് എക്സിബിഷൻ്റെ അടുത്തേക്ക് പോകട്ടെ. അതുപോലെ നമ്മളിവിടെ ചെരുപ്പ് വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് പോകണം. ഈ ഉത്സവം തുടങ്ങിയ കാരണം അധികം ആൾക്കാർ ഇല്ല കേട്ടോ. പിന്നെ അതാണ് എക്സിബിഷൻ്റെ ആ ഭാഗം ഉണ്ടാകും. ഇതും അതിൻ്റെ അപ്പുറത്തോടെ ഒരു വഴി പോകുന്നുണ്ട് കേട്ടോ. പൂരം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഇവിടുത്തെ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് പതിയെ എക്സിബിഷൻ്റെ അവിടേക്ക് പോവാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 ഏകദേശം ഒരു 17 ആനയ്ക്ക് പൂരം നടക്കുന്നുണ്ട്. അത് എല്ലാ ദിവസവും ഇത്ര ആന ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ പൂരം എടുക്കുന്നത് തന്നെ. എൻ്റെ ചെറുതിലെ എൻ്റെ ചേച്ചിയുടെ വീട് എടുത്താണ്, കൈസിൻ്റെ അടുത്താണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാട് ഉത്സവങ്ങൾക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അന്നും ആ ഓർമ്മയൊന്നുമില്ല. പിന്നെ ആന ഇടഞ്ഞ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാറില്ല. ഇന്നാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുന്നത്. അതായത് അമ്പലത്തിൽ തൊഴാൻ വരാറുണ്ട്. ഉത്സവത്തിൻ്റെ അന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്ന് വന്നിട്ട് ആനകളൊക്കെ ഒന്ന് വീഡിയോ കൊടുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് ദൂരെ നിന്നാണ് നിന്നത്. അത് കാരണം ആ കുട്ടിയാനകളൊന്നും മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ശേഷം നമുക്ക് പതിയെ നമുക്ക് അങ്ങോട്ട് പോകാം, നമ്മുടെ എക്സിബിഷനോടേക്ക് പോകാം. ഞാനൊരു രസകരമായൊരു കഥ പറഞ്ഞു കേട്ടോ. നമ്മുടെ പോട്ട 3 പീടിക വഴിയുണ്ടല്ലോ, റൂട്ട്. ആ വഴിയിൽ എടത്താറിൻ്റെ അമ്പലമുണ്ട്. അവിടെ നമ്മുടെ കൂട്ടുകാരന്മാർക്ക് ആനപ്പുറം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ പറഞ്ഞു അവരെ കൊണ്ടുവന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ കൊണ്ടുവന്നാക്കി കുറച്ച് നേരം പൂരം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായ 2 പേരില്ലാന്ന്. അതിനുശേഷം എന്നെ പിടിച്ചിട്ട് എൻ്റെ കൂട്ടുകാരൻ, അവൻ ആനക്കാരനാണ്, അപ്പോൾ അവൻ പിടിച്ചിട്ട് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആനയുടെ മുകളിൽ എന്നെ പിടിച്ച് കയറ്റി. അവിടെ തട്ടകത്തിലെ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ ഞാൻ ചെറുതിലേക്ക് കയറാറുണ്ട് കേട്ടോ. പക്ഷെ ഓർമ്മ വെച്ചതിന് ശേഷം അന്നാണ് ഞാൻ ആനപ്പുറത്ത് കയറണത് തന്നെ. ഇവർ നിർബന്ധിച്ചിട്ട് കയറിയതാണ്. പക്ഷെ അന്ന് നല്ലൊരു പേടി ഉണ്ടായിട്ടാ. പക്ഷെ ആന സൈലൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ആൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല, ഇടഞ്ഞില്ല. അത് കാരണം രക്ഷപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ 8 മണിക്ക് കയറിയിട്ട് 11 മണി 12 മണിയായപ്പോൾ ഞാൻ ഇറങ്ങി കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന്. അതിന് ശേഷം ഞാൻ അവരെ ഒരു അമ്പലത്തിൽ ഞാൻ കൊണ്ടുവന്നാക്കാൻ പോകാറില്ല.
അവർ തന്നെ വേറുള്ളൂ കേട്ടോ. ആനേനെ കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഞാൻ എൻ്റെ കഥ ഒന്ന് ഷെയർ ചെയ്താ കേട്ടോ. അതേപോലെ തൊട്ടടുത്തത് ആനേനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്താണ് ഇവിടെ നിർത്തിയേക്കണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് പോവാണ്. ഇവർക്കും ആനേനെ പേടിയായി. അപ്പോൾ അത് കാരണം തന്നെ പുറത്തേക്ക് പോയി ബാക്കിയുള്ള കാഴ്ച എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആനേനെ. പിന്നെ അങ്ങനെ അമ്പലത്തിൻ്റെ മുൻവശത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അകത്തേക്കും പുറത്തേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ പുറത്തുനിന്ന് വീഡിയോയിൽ സെൽഫിയും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് വീഡിയോ എടുത്തിട്ട് മെയിൻ മുന്നിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് 2 ഫോട്ടോ എടുത്തിട്ട് വേണം നമുക്ക് എക്സിബിഷൻ്റെ അവിടേക്ക് പോകണമെങ്കിൽ. അതുപോലെ അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് കൗണ്ടർ ഉണ്ട് കേട്ടോ. ചെരുപ്പ് സൂക്ഷിക്കുന്നതും പിന്നെ അന്വേഷണ കൗണ്ടർ, പിന്നെ പോലീസുകാരുടെ ഒരു ചെറിയൊരു ഓഫീസ് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്. നമ്മൾ മെയിൻ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഡാഡ് കുറേ നേരമായി അവന് വാശി പിടിക്കുന്ന കളിപ്പാട്ടം വാങ്ങിക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴേ ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പലമുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഐസ്ക്രീമിൻ്റെ ഒരു ബാറുണ്ട്. പിന്നെ 2 വശത്തും കടകളുണ്ട് കേട്ടോ. വലത്തെ വശത്ത് നമുക്ക് ബജ്ജി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ വെള്ളം കഴിക്കണമെങ്കിൽ കരിമ്പ് ജ്യൂസ് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ കടകളിൽ ഓരോ പാട്ടുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകൾ എനിക്ക് കോപ്പിറൈറ്റ് വരുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ അത് കാരണം ഞാനത് പാട്ടുകളൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം വോയിസ് കുറച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് വോയിസ് കൊടുക്കണം കേട്ടോ. പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഇറങ്ങുമ്പോൾ ഇത്തിരി നേരത്തെ ഇറങ്ങിയോളൂ. എന്ന് വെച്ചാൽ 12 മണിയാകുമ്പോൾ ഇവിടുത്തെ കടകളും ഷോപ്പുകളൊക്കെ അടയ്ക്കും. അതുപോലെ തന്നെ ഇവർക്കൊരു സമയം കൊടുത്തിട്ടുണ്ട്, 12 മണി വരെ കണ്ട സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഇവരെല്ലാവരും ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും, അല്ലെങ്കിൽ കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും യന്ത്രൂഞ്ഞാലിലൊക്കെ കയറാൻ പറ്റും. അല്ലെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇത്തിരി നേരത്തെ വരാൻ നോക്കുക. കാലത്ത് ഫുൾ ടൈം ഉണ്ടാവും, വൈകുന്നേരമാണ് സമയം അവർക്ക് പറഞ്ഞേക്കണം കേട്ടോ. അത്ര സമയം 12 മണിക്കുള്ളിൽ എല്ലാവരും ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത് ചോദിച്ച കാരണമാണ് അവർ പറഞ്ഞേട്ടാ. ഇതിൻ്റെ ഉള്ളിലേ ചെറിയൊരു പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വഞ്ചിയുണ്ട്. അപ്പോൾ അവൻ അതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ആൾക്ക് പേടിയുണ്ട് ഇതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൽ തുഴയാനൊന്നും അറിയില്ല ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൽ കയറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റിങ് എറിയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എക്സിബിഷൻ പോലെ സംഭവം ഇല്ല, അത് അവർ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇക്കൊല്ലം വന്നിട്ടില്ല. കുറച്ച് സാധനത്തിൻ്റെയൊക്കെ കുറവുകളുണ്ട്. മറ്റേ മരണക്കിണർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ വരുമെന്ന് അറിയില്ല കേട്ടോ. അതായത് 10 ദിവസം കണ്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടുത്തെ ഉത്സവം. അവസാനം ഈ കാറിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവനെ ഈ കാറിൽ കയറ്റി. പിന്നെ അതുപോലെ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങില്ല കേട്ടോ ഈ പ്രാവശ്യം. കളിപ്പാട്ടങ്ങൾ 10 ദിവസം ഉണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വരേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ അത് കാരണം തന്നെ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിയില്ല. സാധനം മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇവനെ കയറ്റി. കുറേ ജീപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കയറാനായിട്ട് അവൻ വാശി പിടിച്ചു. പക്ഷെ എല്ലാവരും അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കുട്ടികൾക്ക് കയറിയിട്ട് ഇഴുകണ ഒരു സംഭവമുണ്ട്, വലിയൊരു എയർ നിറച്ചിട്ടുള്ള സംഭവം. അപ്പോൾ അതിൽ കയറാൻ പറ്റിയില്ല അവന്. അതും എല്ലാവരും അതിൻ്റെ എയർ ഫുള്ള് അവർ കളഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലെ വരുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലൊരു വെയിലുള്ളൊരു ഏരിയ ഉണ്ടത്. ഒരു മരം പോലും ഇല്ല. പരമാവധി വെയിലൊക്കെ കുറഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി. ഇതിൻ്റെ പേരെന്തിട്ടെന്നറിയില്ല. ഇത് സാധനമൊക്കെ ക്ലോസ് ചെയ്തു. ഇത് ഇവിടുന്ന് കൊച്ചുങ്ങളൊക്കെ പുറത്തിറക്കി ഇവർ എയർ അയച്ച് കളയാണ് കേട്ടത്.
അതേപോലെ തന്നെ എക്സിബിഷൻ ഇല്ലാത്ത കാരണം ഒരുപാട് സ്പേസ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ സ്ഥലം കുറവായിരിക്കും എല്ലാ എക്സിബിഷനും. പിന്നെ അതുപോലെ തന്നെ ഓരോ ഷോപ്പുകളും വന്നിട്ട് സ്ഥലം കുറവായിരിക്കും. പോകെ പോകെ ഉത്സവം എന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഫില്ലാവും. പിന്നെ ഈ യന്ത്രഊഞ്ഞാൽ മാത്രമാണ് കേട്ടോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് വന്ന കാരണം എന്ന് പറയുന്നത് ഈ സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സാധനം മസാല ഇത് എവിടെ പോയാലും ഉത്സവത്തിന് പോയാൽ ഞങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇത് കഴിക്കാറുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മിക്കി മൗസിൻ്റെ ഒരു സർക്കസ് അങ്ങോട്ട് ഉണ്ട് കേട്ടോ. അതൊക്കെ അവർ എല്ലാം ഓഫ് ചെയ്ത് അവർ പോവുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ മസാല തൈ വാങ്ങി അതിന് ഇത് കഴിച്ചിട്ട് വേണം നമുക്കിനി പുറത്തെ കാഴ്ചകൾ എടുത്തിട്ട് വീട്ടിൽ പോകാം. അതുപോലെ തന്നെ ഡാഡുവിനെ ഇവിടെ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. നിൽക്കണവർ ഇൻസ്റ്റാഗ്രാമിൽ ഇത്തിരി ഫേമസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയാണ് മരണക്കിണറുണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ ഈ ചെടികളൊക്കെ വെക്കണ ഒരു ഏരിയയ്ക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അവർ. ഞങ്ങൾ വില ചോദിച്ചപ്പോൾ അത്യാവശ്യം കുറവാണ് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഇല്ലേ ഈ ഓഫീസിൻ്റെ അവിടെ തന്നെ ഞങ്ങൾ വന്നിരിക്കാറ്. വൈകുന്നേരം മസാല വാങ്ങി ഇവിടെ നിന്ന് കഴിക്കും. എന്നിട്ട് പുലർച്ചയ്ക്ക് വീട്ടിൽ പോകാറ്. ഇവിടുന്ന് ഒരു വെള്ളം സർവത്ത് ഉപ്പുതോടെയും കഴിച്ചു. ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാർ കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. ഇപ്പം മഴക്കാലം വരുമ്പോൾ കറണ്ട് പോകും. അപ്പോൾ 2 ലൈറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് കറണ്ട് പോയി കഴിഞ്ഞാൽ കത്തണ ലൈറ്റാണ്. അത് 2 വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു കടയുണ്ട് കേട്ടോ. ഇത് ഒരുപാട് കാറുണ്ട്, വെറൈറ്റി കാറുകളുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എടുക്കാനുള്ള പൈസ ഒന്നുമില്ല. 10-700 രൂപ വരുന്നുണ്ട് കേട്ടോ എല്ലാ കാറിനും. അത്രയും തന്നെ റേറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഏകദേശം കുറവാണ് കേട്ടോ ഈ കാറുകൾക്കും സാധനങ്ങൾക്കൊക്കെ. തൃശ്ശൂരാണ് നല്ല റേറ്റ് എനിക്ക് തോന്നിയത്. അതെന്താ അവസ്ഥ എന്നറിയില്ല. അത് അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് പുറത്തിറങ്ങി ഇവിടുത്തെ കാഴ്ചയൊക്കെ എടുത്തിട്ട് നമ്മളിത് പതിയെ നമ്മുടെ വണ്ടി വെച്ചോടത്തേക്ക് ഇത്തിരി നടക്കാനുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡാഡുവിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട്. അതിനിടെ കൂടെ ഒരു ആനേനെ കൂടി ഓടിച്ച് കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഗോപുരില്ലേ ഇതുമ്മ ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പള്ളികളിൽ കണ്ടേക്കണം കേട്ടോ. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ദാ വഴി കറങ്ങിപ്പോണം. ഇപ്പോൾ ഒരു ആനവണ്ടി പോകണില്ലേ, ആ വഴി കറങ്ങിപ്പോണം. അതിന് പറഞ്ഞ് ഞങ്ങൾ ഷോർട്ട് കട്ട് എടുത്താണ് കേട്ടോ. ഇവിടെ കാറുകളും ബൈക്കുകളൊക്കെ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ പാർക്ക് ചെയ്തില്ല. നമ്മൾ കുറച്ചെങ്കിലും ഉള്ളിലേക്ക് മാറിയിട്ടാണ് നമ്മൾ ഇവിടെ വണ്ടി വെച്ചത് കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു ഗണപതിയുടെ അമ്പലമുണ്ട്. അവിടെയാണ് നമ്മൾ വണ്ടികൾ വെക്കാറ്. ഇപ്പം തിരക്ക് കുറഞ്ഞ കാരണം നമ്മൾ ഇവിടെ വെച്ചത്. അല്ലെങ്കിൽ ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉത്സവം കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയിൽ ഇതേ ഒരു ആന നിൽക്കണം കേട്ടോ. അത് അമ്പലത്തേക്ക് പോകാനുള്ള ആനയാണ്. അവിടെയാണ് നമ്മൾ വണ്ടി വയ്ക്കാറ് കേട്ടോ. അന്ന ദിവസം തന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല, ഇടാൻ പറ്റിയിരുന്നില്ല. അപ്പം 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി തരാം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ യൂട്യൂബുകാരെ പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.